ഹലോ ഗൈസ്, സുരജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ഒരു പാനൽ കട്ടിങ്ങുമായിട്ടാണ് വന്നത്. അതിനുവേണ്ടി ഞാൻ 4 മീറ്റർ തുണിയാണ് എടുത്തത്. ഓൺ ഫോൾഡിൽ 4 ലെയറാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺ ഫോൾഡ് ഉള്ള, അതായത് ഈ ഓൺ ഫോൾഡ് ഉള്ള ഈ ഭാഗത്ത് ഞാൻ 2 ഇഞ്ചും പിന്നെ ബോഡി പാർട്ട് ലെങ്ത് എടുത്തത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് ലെങ്ത്താണ് ബോഡി പാർട്ടിന് എടുത്തത്. ഈ 15ൻ്റെ എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഇതിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ഞാൻ 3 ഇഞ്ചാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് ചെരിച്ചും പിന്നെ ഇവിടുന്ന് താഴെ വരെ ചെരിച്ചിട്ടുമാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൺ ഫോൾഡ് ആയ ഭാഗം ഇതാ ഇവിടെ നമ്മൾ 2 ഇഞ്ചും ഇവിടെ 3 മാർക്ക് ചെയ്ത് ഇവിടുന്ന് താഴോട്ട് നമ്മൾ എത്ര മാർക്ക് ചെയ്തു, ഇവിടെ 6.5 കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലയറിൻ്റെ ഓൺ ഫോൾഡ് ഭാഗം 6.5 6.5 പറയുമ്പോൾ 13 ഇഞ്ച് ഉണ്ടാവും. ഇത് നിവർത്തിയാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്ന ആദ്യം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത പീസ്. പോലെയുള്ള ഒരു പീസാണല്ലോ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ്. ഈ സൈഡിൽ നിന്നായിരുന്നു ഞാൻ ഈ തുണിയിൽ, ബോട്ടത്തിൻ്റെ തുണിയാണ് ഇതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പോയല്ലോ, അതിൻ്റെ ഭാഗത്തേക്ക് ഈ തുണിയെ എടുത്തിട്ട് നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ബാക്കി വശങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ ഈ തുണി നിവർത്തി വെച്ചിട്ട് ബാലൻസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ ഈ വശവും അതേപോലെ തന്നെ നല്ല തുണി തിരിച്ചിട്ടിട്ട് ഈ വശം ഈ ഭാഗം എത്ര ബാലൻസ് ഇവിടുന്ന് അങ്ങോട്ട് എത്ര വരുന്നുണ്ടോ ആ രീതിയിൽ ഇതും കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം ഒരു കിട്ടിയതാണ് ഇത്. പിന്നെ അതിൻ്റെ ബാലൻസിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തു. പിന്നെ ഈ ഭാഗമാണ് വീതി കൂടുക. അപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് മോൾ ഭാഗം ആ വശത്തേക്കും ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് 5 പീസ് കിട്ടും കേട്ടോ. പീസ് ഇതാണ്, ഇത് ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതാണ്. ഇത് വെച്ച് ഞാൻ വീണ്ടും അടുത്ത ഇതിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇങ്ങനെ യോജിപ്പിക്കുക. നമുക്ക് ഇത് 2 പീസായില്ലേ. അതേപോലെ ഈ വശത്തേക്കും നമ്മൾ ഒരു പീസും കൂടി ഈ വശത്ത് വെക്കും. നല്ല ഫെയർ ആയിട്ടോ ഈ വശത്തും വെച്ചപ്പോൾ 3 പീസായി. ഇനി അടുത്ത പീസ് നമ്മുടെ അരിക് വരുന്ന, അതായത് കരഭാഗം വരുന്ന പീസാണ് നമ്മൾ തിരിച്ചിട്ട് കട്ട് ചെയ്ത് ആ പീസ് നമ്മൾ കരഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വീണ്ടും ഇവിടെ ഒരു പീസും കൂടി നമ്മളിവിടെ യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ യോജിപ്പിച്ചു. അതേപോലെ ഒരു പീസ് ലാസ്റ്റിൽ വരുന്ന പീസിൽ 2 ഉണ്ടാവില്ല, അതും ഒന്നും കൂടി എടുത്ത് ഇപ്പോഴത്തെ വശത്തും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ യോജിപ്പിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ, ഇവിടെ യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത്. ഫസ്റ്റ് നമ്മൾ ഒരു ഫോൾഡിങ് പീസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി 4 പീസ് കട്ട് ചെയ്തത്. ഇതാട്ടോ മുകൾ ഭാഗത്തെ വീതി വരുന്നത് കണ്ട. ഇനി 15 ഇഞ്ച് വരുന്ന ഇവിടെ വരുന്ന വീതി വരുന്നത് കണ്ട 5.5 ലാസ്റ്റ് ഫ്ലയറിൽ വരുന്നത് കാണിച്ചത്. കണ്ട 13.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. സെൻറ്റർ പീസിനോട് ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി അടുത്ത പീസും ഇതിൽ വെച്ച് ജോയിൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കരയുള്ള ഭാഗം, ഇത് കുറച്ച് ഇവിടുന്ന് ഇത്രയും അധികം ഉണ്ട്, അത് ആ ബാലൻസ് ഉള്ളത് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് കരയുള്ള ഭാഗമാണ് ഈ 1 2 3 സെൻറ്ററിൻ്റെ ഇപ്പുറത്തും ഒന്ന് കൊടുത്തിട്ട് പിന്നെ കരയുള്ള ഭാഗം, ഇനി ഇപ്പുറത്തും കരയുള്ള ഭാഗം, അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കട്ട് ചെയ്ത പീസ് സെൻറ്ററിൽ വെച്ച് അങ്ങനെ മൊത്തം 5 പീസ് ഞാൻ അറ്റാച്ച് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ നടുവിൽ ഒന്നും അപ്പുറത്തും ഇപ്പുറത്തും 2 വീതം അങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്ലെയറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പാനൽ കട്ടിങ്. ഫ്രണ്ടിൽ 5ഉം ബാക്കിൽ 5ഉം അങ്ങനെ 10 പീസ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഓൺ ഫോൾഡ് ഭാഗം പീസ് വന്നു. പിന്നെ 2, പിന്നെ ഈ ലാസ്റ്റ് കരഭാഗമാണ്. ഈ കരഭാഗം ഇതിനേക്കാൾ വീതി അധികം ഉണ്ട്, കാരണം ബാലൻസ് ഉള്ളത് അങ്ങനെ തന്നെ എടുത്തതാണ് കേട്ടോ. കാരണം നമുക്ക് ഷോൾഡറൊക്കെ കഴിഞ്ഞ് ആം ഹോൾ കഴിഞ്ഞ് വരുമ്പോൾ അതങ്ങ് പോയി കിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ അധികം ഉള്ളെടുത്തത്. അപ്പോൾ ഷോൾഡർ കഴിഞ്ഞ് ആം ഹോൾ കഴിഞ്ഞ് ഷേപ്പിങ്ങിൽ ഇത് കറക്റ്റ് ആവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 3 ഇഞ്ചാണ് കേട്ടോ നെക്ക് വിടുത്ത് 3 ഇഞ്ച്. അതിൻ്റെ ഷോൾഡർ 1/2 ഇഞ്ച് ചെരിച്ചെടുത്ത്. പിന്നെ ഇവിടെ നിന്നിട്ട് ആം ഹോൾ നമ്മൾ 7.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൈയൊക്കെ ഉള്ള ആളാണ്. പിന്നെ ചെസ്റ്റാണ്, അത് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പിടിച്ചു 10 മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് 10.5 കേട്ടോ, സോറി 1.5 ഇഞ്ച് സീം അലവൻസും. പിന്നെ ഷേപ്പിൻ്റെ അവിടുന്ന് 10 അതായത് മൊത്തം 40 20 നല്ല ലൂസിൽ ഇടുന്ന ഒരാളാണ് കേട്ടോ. 1.5 ഇഞ്ച് സീം അലവൻസ്. പിന്നെ ഇത് ഞാൻ ഹിപ്പിൻ്റെ ഭാഗമാണ്, അത് ചുമ്മാ അങ്ങ് മാർക്ക് ചെയ്തെന്നുള്ളൂ. ഇങ്ങനെയാണ്.
ഇതിൽ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലി കട്ട് ചെയ്തിട്ട് പാനൽ കട്ട് ചെയ്ത് തന്നാൽ ഇങ്ങനെ കേട്ടോ. ഇവിടെ ലാസ്റ്റിലാണ് നമ്മൾ ഇതിനുള്ള മെഷർമെൻറ്റ്, അതായത് ലെങ്ത്ത് ഫുള്ള് ലാസ്റ്റിലാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. എല്ലാം സ്റ്റിച്ച് ചെയ്ത് അറ്റ് ലാസ്റ്റ്. അങ്ങനെ പാനൽ കട്ടിങ് ചുരിദാർ ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് 2 പീസ് പ്രിൻറ്റ് ഒരേപോലത്തെ 2 എണ്ണം വെച്ച് 4 എണ്ണം അവർ ഓൺലൈനിൽ വരുത്തിച്ചായിരുന്നു കേട്ടോ. അതിന് ഞാനൊരു സെറ്റാക്കി എടുത്തതാണ്, ഷോളിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ.